ജീവിതവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൽ നാം അനുഷ്ഠിക്കുന്ന വലിയൊരു കർമ്മമാണല്ലോ വുദൂ എന്ന് പറയുന്നത്. എല്ലാവരും വുദൂ ചെയ്യാറുണ്ട്. എന്താണ് വുദൂ എന്ന് നമുക്കറിയാം. തസ്ബീഹ് പോലെ തന്നെയാണ് വുദൂവും വിശ്വാസികൾക്ക്. വുദൂ കേവലം അവയവങ്ങളെ വെള്ളം കൊണ്ട് വൃത്തിയാക്കുന്നതിൻ്റെ പേരല്ല വുദൂ. അതിന് കേവലം ശുദ്ധി അല്ലെങ്കിൽ കഴുകൽ എന്ന് പറഞ്ഞാൽ മതി. ആ പദം തന്നെ അറബി ഭാഷയിൽ വുദൂ എന്ന പദം സൂചിപ്പിക്കുന്നത് വെട്ടിത്തിളങ്ങുന്ന പ്രകാശത്തെയാണ്, കേവല ശുദ്ധിയെയല്ല. കേവലം വൃത്തിയാക്കുക എന്നതിന് വുദൂ എന്ന് പറയാറില്ല. വെട്ടിത്തിളങ്ങുന്ന പ്രകാശമാണ്, സാധാരണ പ്രകാശവുമല്ല. ആ പ്രകാശം കൊണ്ട് വെട്ടിത്തിളങ്ങണം. അപ്പോൾ വുദൂ എന്താണ്? വുദൂ അതാണ്. നാം നമ്മുടെ എവിടെയൊക്കെ അള്ളാഹു കഴുകാൻ നമ്മോട് കൽപ്പിച്ചുവോ ആ അവയവങ്ങളെല്ലാം വുദൂ ആയിത്തീരണം, വെട്ടിത്തിളങ്ങി പ്രകാശിക്കുന്നതായിരിക്കണം. അത്തരം ഒരു കർമ്മമാണ് വുദൂ. വുദൂ നമ്മളെല്ലാവരും ചെയ്യാറുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ് ഇവിടെയുള്ളത്. ഖാല, അദ്ദേഹം പറയുന്നു, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ തവദ്ദഅ, ആരെങ്കിലും വുദൂ ചെയ്താൽ. നോക്കി നിങ്ങൾ, വുദൂ ചെയ്താൽ എന്നതിന് ആരും അർത്ഥം പറയാനുള്ള, ആരെങ്കിലും കയ്യും കാലും കഴുകിയാൽ, കഴുകലല്ല വുദൂ എന്നർത്ഥം. അത് പ്രകാശവുമായാണ് അതിന് ബന്ധം. വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട മറ്റൊന്നുകൊണ്ടും ലഭിക്കാത്ത ഒരു തരം പ്രത്യേകമായ പ്രകാശം. ഫഅഹ്സനൽ വുദൂ, ആ വുദൂവിനെ അവൻ നന്നാക്കുകയും ചെയ്താൽ. അപ്പൊ എന്താ കഴുകുമ്പോൾ നന്നാക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ സോപ്പിട്ടൊന്ന് വൃത്തിയാക്കി കഴുകിയാലാണല്ലോ കഴുകൽ നന്നാക്കൽ. ഇതല്ല. ഇത് അവന്റെ മനസ്സും ഈ അമലുമായി കടുപ്പമുള്ള ബന്ധമുണ്ടാകണം. അവന്റെ മനസ്സും ഈ കഴുകലുമായി ബന്ധമുണ്ടാകണം. അവിടെയാണ് വുദൂ ആകുന്നത്. അതല്ലെങ്കിൽ കേവലം കഴുകലായി മാറും. അതുകൊണ്ടാണ് വുദൂവിന് നിയ്യത്ത് നിശ്ചയിച്ചത്. നിയ്യത്ത് നിശ്ചയിച്ചത് അതുകൊണ്ട്, അത് കേവലം കഴുകലാകാതിരിക്കാൻ. അവന്റെ മനസ്സുമായി അതിന് ബന്ധമുണ്ടാകണം. ഞാൻ ചെയ്യുന്നത് കേവലം കഴുകലല്ല എന്നും, എൻ്റെ ഈ കഴുകലിന് എൻ്റെ ജീവിതത്തിൽ ഞാൻ വെട്ടിത്തിളങ്ങി മാറേണ്ട പ്രകാശവുമായി ഇതിന് ബന്ധമുണ്ട് എന്ന ചിന്ത വുദൂ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകണം. അങ്ങനെ ചെയ്തു. സുമ്മ ഖാല, എന്നിട്ട് അവൻ പറഞ്ഞാൽ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീൻ വജഅൽനി മിനൽ മുതതഹിരീൻ. ഞാൻ ഈ ദുആ പഠിപ്പിക്കണില്ല, കാരണം എല്ലാവർക്കും അറിയാം. എൻ്റെ വിഷയം ദുആ പഠിപ്പിക്കലുമല്ല. എല്ലാവർക്കും അറിയണ ദുആയാണല്ലോ, വിശദീകരിക്കണ്ടല്ലോ. ആരെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ പഠിക്കണം, അത് പകർത്തണം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇലാഹില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. വഹ്ദഹു, അവൻ ഏകനാണ്. ലാ ശരീക ലഹു, അവന് പങ്കുകാരില്ല. വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു, തീർച്ചയായും മുഹമ്മദ് അവന്റെ അടിമയാണെന്നും ദൂതനാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അതുകൊണ്ട് അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇജ്അൽനി മിനത് തവ്വാബീൻ, പശ്ചാത്താപം നൽകപ്പെട്ടവരുടെ കൂട്ടത്തിൽ എന്നെ നീ ഉൾപ്പെടുത്തണമേ. വജഅൽനി മിനൽ മുതതഹിരീൻ, വിശുദ്ധിയായവരുടെ കൂട്ടത്തിൽ എന്നെ നീ ഉൾപ്പെടുത്തുകയും ചെയ്യണമേ എന്നാണ് പ്രാർത്ഥന. പ്രാർത്ഥന പഠിപ്പിക്കാനല്ല ഞാനിത് പറഞ്ഞത്, എൻ്റെ വിഷയം അടുത്ത വാചകമാണ്. ഇങ്ങനെ ഒരാൾ ചെയ്താൽ എന്ത് കിട്ടും? നമ്മളൊക്കെ വുദൂ ചെയ്യാറുണ്ട്. വുദൂ ചെയ്യൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെ കേവലം കഴുകലാകരുത്. ഞാൻ എൻ്റെ ജീവിതം വെട്ടിത്തിളങ്ങണം, പ്രകാശിക്കണം എന്ന ഒരു ചിന്തയോടുകൂടി വുദൂ ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞാൽ എന്ത് കിട്ടും? നോക്ക്, ഞാൻ കേവലം വുദൂ കഴുകലല്ല എന്നതിൽ നിങ്ങൾ മനസ്സിലാക്കണം. എന്താ കിട്ടുന്നത്? ഫുതിഹത് ലഹു സമാനിയതു അബ്വാബിൽ ജന്ന യദ്ഖുലു മിൻ അയ്യിഹാ ഷാ. ഫുതിഹത് ലഹു, അവന് വേണ്ടി തുറക്കപ്പെടും, അവന്റെ മുമ്പിൽ തുറക്കപ്പെടും. സമാനിയതു അബ്വാബിൽ ജന്ന, സ്വർഗത്തിന്റെ 8 വാതിലുകളും. സുബ്ഹാനല്ലാഹ്, സ്വർഗത്തിന്റെ 8 വാതിലുകൾ അവന്റെ മുമ്പിൽ തുറക്കപ്പെടുകയാണ്. എന്താ ചെയ്യണ്ടേ? കുറേ പൈസ സദഖ കൊടുത്തോ? ഇല്ല. കുറേ കർമ്മങ്ങൾ എന്തെങ്കിലും ചെയ്തോ? ഇല്ല. അള്ളാഹുവിന് നമ്മളോടുള്ള കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ
അളവ് എത്രയാണ്, തോത് എത്രയാണ് എന്ന് ചിന്തിച്ചു നോക്കൂ. എന്തേ ചെയ്തിട്ടുള്ളൂ? വുദൂ ചെയ്തു. അവയവങ്ങൾ കഴുകുകയല്ല, വുദൂ ചെയ്തു. അത് നന്നായി ചെയ്തു. നിയത്തുണ്ടായി, ജീവിതവുമായി മനസ്സുമായി ആ വുദൂ ബന്ധപ്പെട്ടു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞാൽ ഫുതിഹത് ലഹു സമാനിയതു അബ്വാബിൽ ജന്ന യദ്ഖുലു മിൻ അയ്യിഹാ ശാ, അവനു ഇഷ്ടമുള്ളതിലൂടെ പ്രവേശിച്ചു കളയാം. ആ രൂപത്തിൽ അവൻ്റെ മുമ്പിൽ അള്ളാഹു വാതിലുകൾ തുറന്നിടും, സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറന്നിടും. ചിന്തിച്ചു നോക്കൂ എത്ര മനോഹരമാണത് എന്ന്. ഇതാണ് ഞാൻ പറഞ്ഞത്, വിശ്വാസികൾക്ക് അള്ളാഹു ഒരുക്കി വച്ച വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ആ വിഭവങ്ങളുടെ രൂപവും രീതിയും നമ്മൾ മനസ്സിലാക്കണം. വളരെ നിസ്സാരമാണ് കാര്യം. പക്ഷെ ആ നിസ്സാരമായ കാര്യം ഈ ഒരു മനസ്സോടെ, നിയ്യത്തോടെ നമുക്ക് ചെയ്യാൻ സാധിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് വലിയ ഒരു സംഗതിയാണ്. നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിൽ ഇനി ഈ ദുആ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത് കേവലം ആ ദുആ ചെയ്യുന്നു എന്നല്ല, മറിച്ച് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് എൻ്റെ മുമ്പിൽ സ്വർഗത്തിൻ്റെ മുഴുവൻ വാതിലുകളും തുറക്കപ്പെടുന്ന ഒരു മഹനീയമായ, എന്തൊരു മഹത്വമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മളൊരു സ്ഥലത്തേക്ക് വരുമ്പോൾ അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക്, സാധാരണ സ്ഥലത്തേക്കല്ല വരുന്നത്. ഏതെങ്കിലും രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് ചെല്ലുമ്പോൾ ആ കൊട്ടാരത്തിൻ്റെ വാതിലുകൾ പാറാവുകാർ നമ്മളറിയാതെ നമുക്ക് വേണ്ടി തുറക്കപ്പെട്ടാൽ നമ്മുടെ മനസ്സിന് എന്തുമാത്രം സന്തോഷമായിരിക്കും. ഇവിടെ സംഭവിക്കുന്നത് രാജാക്കന്മാരുടെ രാജാവായ അള്ളാഹുവിൻ്റെ കൊട്ടാരമായ സ്വർഗത്തിൻ്റെ മുഴുവൻ വാതിലുകളും നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടുന്ന അവസ്ഥ. സുബ്ഹാനല്ലാഹ്. എന്താ ചെയ്യേണ്ടത് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. എത്ര എളുപ്പമാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ വലുപ്പം. അള്ളാഹു ആ കാരുണ്യം ലഭിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ.